ഒരു നല്ല മനുഷ്യനാണ്. വി.കെ. ശശിയെക്കുറിച്ച് എനിക്ക് അഭിമാനത്തോടെ പറയാം, എവിടെയും പറയും. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ്. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും മികച്ച ചെയർമാനാണ്. ഏറ്റവും നല്ല നിലയിലാണ് ഹോട്ടലുകളെല്ലാം, KTDCയുടെ സ്ഥാപനങ്ങളെല്ലാം നല്ല നിലയിൽ. എൻ്റെ നാട്ടിൽ ഒരു സ്ഥാപനമുണ്ട്, അവിടെയെല്ലാം വളരെ മോശമായി കിടന്നതാണ്. പക്ഷേ ഇന്നതെല്ലാം നല്ല നിലയിലേക്ക്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു രംഗത്തും അദ്ദേഹം മികച്ച ഒരു ഭരണാധികാരി എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും തെളിയിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായി ഞാൻ കാണുന്നത് ഒരു നല്ല മനുഷ്യൻ. ഞാൻ ഈ ടിവിയെ കാണുമ്പോൾ എനിക്ക് മനസ്സിൽ വിഷമൊന്നും, പിന്നെ കുഴപ്പമില്ല, കാരണം നമ്മൾ ഇതിനേക്കാളും വലുത് തിന്നിട്ടിരിക്കുകയാണ്. തീ വിഴുങ്ങി പക്ഷി എന്ന് പറയില്ല, അതുപോലെയാണ് ഈ ഒരു സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വി.കെ. ശശിയുടെ പ്രവർത്തനങ്ങൾ. അതിനെ കൈവാരി തേക്കാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങൾ, ആ ശ്രമങ്ങളിൽ സത്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സത്യമേ ജയിക്കുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പലപ്പോഴും കത്തിച്ചാമ്പലാക്കാൻ ശ്രമിച്ചിട്ടും അവിടെ നിന്ന് ഞാൻ കയറി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലെ സത്യസന്ധതയും സ്നേഹവും കൊണ്ടാണ് കയറി വന്നതെന്ന് പറയും. വി.കെ. ശശിയേട്ടൻ പറഞ്ഞ കറക്റ്റല്ലേ? അസത്യത്തിന് കൂട്ടുനിന്നാൽ അസത്യം പ്രവർത്തിക്കുന്നവൻ കരിഞ്ഞ് ചാമ്പലാവും. സത്യത്തിനോട് എന്നും തിളങ്ങി തന്നെ നിൽക്കും. ഒരല്പം മങ്ങലൊക്കെ ആദ്യം കാണും, പക്ഷെ തുടച്ചുടച്ച് വരുമ്പോൾ അതിൻ്റെ തിളക്കം കൂടി വരത്തിരുന്നു. MLA ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം രാഷ്ട്രീയം നോക്കാതെ സ്നേഹത്തിന് മുൻതൂക്കം നൽകി പാവങ്ങളെ സഹായിക്കുന്നതിൽ മുന്നിലാണ് എന്നെനിക്കറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തത്.